ഇന്ന് ജൂലൈ മാസം 22-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം, ശുഭദിനാശംസകളും നിങ്ങളെ അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 12-ാമത്തെ അധ്യായമാണ്. ഒരുപക്ഷെ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കാണാനാണ്, എന്താണ് ഇവിടെ ഉള്ളത്? കാരണം ഇവിടെ ആകെക്കൂടെ ഉള്ളത് 12-ാമത്തെ അധ്യായത്തിൽ യോശുവ തോൽപ്പിച്ച രാജാക്കന്മാരുടെ ലിസ്റ്റാണ്. 31 രാജാക്കന്മാർ, അവരുടെ പേരാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ യോർദാന് കിഴക്കുള്ളതായിരിക്കുന്ന ഭാഗം 2.5 ഗോത്രങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതാണ്. ആ സ്ഥലങ്ങളുടെ ഉടമസ്ഥരായിരുന്നത് ഓഗിൻ്റെ ദേശവും അതുപോലെ ഹെസ്ബോൻ രാജാവായ സീഹോൻ്റെ ദേശവുമായിരുന്നു. അങ്ങനെ 2 ശക്തന്മാരായ രാജാക്കന്മാരെ മോശയുടെ നേതൃത്വത്തിൽ തോൽപ്പിച്ചു. ആ ദേശം 2.5 ഗോത്രങ്ങൾക്ക് ഭാഗിച്ചു കൊടുത്തു. ബാക്കി 9 ഗോത്രങ്ങൾക്ക് ഈ 31 രാജാക്കന്മാരുടെ ദേശമാണ് ഭാഗിച്ചു കൊടുത്തത്. അത് വായിച്ചാൽ നമുക്കൊന്നും കിട്ടാനില്ല. എന്ത് വായിക്കാനാണ്? 1 എന്നങ്ങ് പറയാണ്. അതെ. എന്നാൽ യോശുവ ഇസ്രായേൽ മക്കളും യോർദാനിക്കരെ പടിഞ്ഞാറ് ലെബാനോൻ്റെ താഴ്വരയിലെ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് വരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിനെ ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ. മലനാട്ടിലും താഴ്വീതിയിലും അരാബയിലും മലഞ്ചെരിവുകളിലും മരുഭൂമിയിലും തെക്കേ ദേശത്തുള്ള ഹിത്യർ, അമോര്യർ, കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, അബൂസ്യർ എന്നിവർ തന്നെ. എരിഹോ രാജാവ് 1, ബേഥേലിനരികെയുള്ള ഹായ് രാജാവ് 1, യെരുശലേം രാജാവ് 1, എബ്രോൻ രാജാവ് 1. ഇങ്ങനെ അവസാനം പറഞ്ഞു ആകെ 31 രാജാക്കന്മാർ. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കൂ ഒരു നിമിഷം. മിസ്രൈമിൽ നിന്നും പോകുന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ എന്ത് ആയുധം കൊണ്ട് അവിടുന്ന് പോകുന്നത്? അവർ യുദ്ധതലത്തിലായി പോകുന്നു പറഞ്ഞു. അവരുടെ കയ്യിൽ എന്താ ഉണ്ടായിരുന്നത്? ഓരോ വടിയുണ്ടായിരുന്നു ഊന്നിപ്പോരാനായിട്ട്. അതുകൊണ്ടല്ലേ ഇവർ യുദ്ധത്തിന് പോകുന്നത്. അല്ലാതെ അവർക്ക് അവിടെ യുദ്ധായുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കുന്തങ്ങളും വാളുകളും പരിചയങ്ങളും ഒന്നും അവർക്കുണ്ടായിരുന്നില്ലല്ലോ. മരുഭൂമിയിലല്ലേ, മരുഭൂമിയിൽ എന്താ ആയുധങ്ങൾ ഉണ്ടാക്കാനാണ്? അവരുടെ പ്രധാന ആയുധമെന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ ആയുധമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം അവർക്കുണ്ടായിരുന്നു, അവരെ സഹായിക്കാൻ ദൈവം അവർക്കുണ്ടായിരുന്നു. അവരുടെ ആയുധങ്ങളെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇടുന്നതായിരിക്കുന്ന വലിയ മഞ്ഞുകട്ടകൾ, കൊടുങ്കാറ്റുകൾ, അങ്ങനെയുള്ളതായിരിക്കുന്ന പല കാര്യങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. ദൈവം ഇസ്രായേൽ മക്കളോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 31 രാജാക്കന്മാരെ അവരാരും ഒറ്റയ്ക്കൊന്നും അല്ല വന്നത്. നാം മുമ്പേ കണ്ടതുപോലെ 5 പേര് ഒരുമിച്ച് വന്നവരുണ്ട്, 10-15 പേര് ഒരുമിച്ച് വന്നവരുണ്ട്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. യോശുവ അവരെ കോഴിയെ കശാപ്പ് ചെയ്യുന്നവർ ആ ലാഘവത്തോടെ കശാപ്പ് ചെയ്തത്, വെട്ടി കശാപ്പ് ചെയ്തത്. അപ്പോൾ ഞാനതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് യുദ്ധം എന്ന് പറയുന്നത് യഹോവയ്ക്കുള്ളതാണ്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യോശുവ എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ വിട്ടുകൊടുത്തു. മാനുഷികമായ പരാജയങ്ങളൊക്കെ വന്നു. ഗിബെയോന്യരുമായിട്ടുള്ളതായിരിക്കുന്ന ഉടമ്പടി വെക്കലർക്ക് മാനുഷികമായ പരാജയമാണ്. പക്ഷേ അതൊക്കെ ദൈവം ഓവർലുക്ക് ചെയ്തു. ഈ രാജാക്കന്മാരെ എല്ലാം തോൽപ്പിച്ചു. അവരുടെ ദേശം മുഴുവനും കൈവശമാക്കും. 31 രാജാക്കന്മാരുടെ ദേശം ഈ കരയ്ക്കും 2 രാജാക്കന്മാരുടെ ദേശം യോർദാൻ നദിക്കക്കരയുമായിട്ട് അവർ കൈവശമാക്കി. അത് ജനത്തിന് വീതിച്ചു കൊടുത്തു. എല്ലാവർക്കും ഒന്നും കിട്ടിയില്ല. പിന്നെയും കിടക്കുകയാണ്. കനാൻ നേടി പിറ്റേയും കിടക്കുകയാണ്. കാട് പിടിച്ച ദേശങ്ങൾ കിടക്കുകയാണ്. അതെല്ലാം അവർ വെട്ടിപ്പിടിക്കണം. അതിനുള്ളതായിരിക്കുന്ന ശ്രമങ്ങളാണ് പിന്നാലെ നടക്കുന്നത് യോശുവയുടെ കാലത്തിന് ശേഷം. അപ്പോൾ ഞാനത് മനസ്സിലാക്കുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പ്രമാണമാണ്. 31 അല്ല, ഇനി 331 രാജാക്കന്മാർ ഒരുമിച്ച് വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മെ തോൽപ്പിക്കാനായിട്ട് അവർക്ക് കഴിയുകയില്ല. ദൈവത്തെ തോൽപ്പിക്കാൻ മനുഷ്യർ കഴിയുമോ? ഒരിക്കലും കഴിയുകയില്ല. ദൈവജനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വിജയമാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. അതുകൊണ്ട് അത് ധൈര്യമായി നാം മുന്നോട്ട് നിൽക്കണമെന്നുള്ളതാണ്. എത്ര രാജാക്കന്മാർ, അതെ, ദൈവത്തിനത് കഴിയും. ചെങ്കടൽ വിഭാഗിക്കുവാൻ കഴിഞ്ഞവൻ, യോർദാൻ നദി വിഭാഗിക്കുവാൻ കഴിഞ്ഞവൻ, സ്വർഗത്തിൽ നിന്ന് മന്നയിട്ട് കൊടുക്കുവാൻ കഴിഞ്ഞവൻ, പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിഞ്ഞവൻ, കാടയെ കൊണ്ട് പാളയത്തെ നിറയ്ക്കുവാൻ കഴിഞ്ഞവൻ, ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആകാശത്തിൽ നിന്ന് വലിയ വലിയ മഞ്ഞ് കട്ടകൾ ജനങ്ങളുടെ മേൽ കുഴിച്ചവരെ കൊന്നുകളഞ്ഞവൻ. പക്ഷേ ഇവിടെ എല്ലാം വിജയം ദൈവം നൽകുമ്പോൾ യോശുവ ദൈവജനം നന്ദിയോടുകൂടെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി സൂര്യനെ നിർത്തിത്തരും, ചന്ദ്രനെ നിർത്തിത്തരും, നക്ഷത്രങ്ങളെ വേണമെങ്കിൽ പൊഴിച്ചു തരും, ഒക്കെ തരും. ദൈവത്തെ നാം മാനിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവത്തെ നാം വിശ്വസിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ട് അത് നാം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ അധ്യായം അങ്ങനെ ശത്രു സംഹാരത്തിൻ്റെ ചരിത്രമാണ്. യോശുവയുടെ നേതൃത്വത്തിൽ ദൈവനെ പരാജയപ്പെടുത്തിയത് ആകെ 31 രാജാക്കന്മാരെയാണ് കനാനിൽ. വെളിയിലുള്ളവർ വേറെയും.
അജയ്യരെന്ന് കരുതിയ ആളുകളാണ്. യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടന്ന് ഇക്കരെ കടന്നപ്പോൾ ഈ രാജാക്കന്മാർ പലരും പറഞ്ഞു കാണും, നമ്മുടെ സൈന്യത്തിനൊന്നും നക്കാൻ പോലും ഇവന്മാരില്ലല്ലോ എന്ന്. എന്നാൽ ശത്രു സൈന്യം എത്ര വിപുലമായാലും എത്ര ശക്തമായാലും ദൈവമാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെങ്കിൽ ശത്രുവിനെ വിജയിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ദൈവം ആരുടെ പക്ഷത്തുണ്ടോ അവിടെയാണ് വിജയം. 31 രാജാക്കന്മാർ ഓരോരുത്തരായിട്ടല്ല യോശുവയുടെ യുദ്ധത്തിന് വന്നത്. അവർ പലരും കൂട്ടം കൂട്ടമായിട്ടാണ് വന്നത്. കൂട്ടമായിട്ട് വന്നെങ്കിൽ കൂട്ടമായി നശിച്ചു, ഒറ്റയ്ക്ക് വന്നെങ്കിൽ ഒറ്റയ്ക്ക് നശിച്ചു. ലക്ഷക്കണക്കിനുള്ള പട്ടാളം ആയുധങ്ങളുമായിട്ടാണ് ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയത്. എന്നാൽ ഇസ്രായേലിന് മുന്നിൽ നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി എങ്ങനെയായിരുന്നു? ഇസ്രായേലിനോടുകൂടി ദൈവം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവം ശത്രുസൈന്യത്തെ നിഗ്രഹിക്കുന്ന ദൈവമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ മുമ്പിൽ പരാജയപ്പെടുന്നത് ജീവിതത്തിലെ പാപനിമിത്തമാണ്. ഇസ്രായേൽ പരാജയപ്പെട്ട ഒരേ ഒരു സന്ദർഭം പാപം ഉണ്ടായിരുന്നപ്പോഴാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ജനം ലോകത്തിന് മുമ്പിൽ പരാജയപ്പെടുന്ന അവരുടെ പാപനിമിത്തമാണ്, ലോകസ്നേഹ നിമിത്തമാണ്, ദ്രവ്യാഗ്രഹ നിമിത്തമാണ്. അതിനൊന്നും പരിഹാരമില്ല. എവിടെ പാപമുണ്ട് അവിടെ ദൈവം മാറി നിൽക്കും. പാപമുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കുകയില്ല. അവിശ്വാസമുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ആത്മാവിനെ തള്ളിക്കളഞ്ഞ് അനുസരണത്തിൻ്റെ ആത്മാവുമായി ദൈവ മുൻപാകെ നമുക്ക് നിൽക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യുദ്ധങ്ങൾ നമുക്ക് നടത്താം. എത്ര ശക്തമായ സൈന്യമായിരുന്നാലും ആ യുദ്ധത്തെ ജയിപ്പിക്കുവാൻ വലിയവനായ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.